ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാർ അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ഓർഡിനൻസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. വിവിധ ട്രേഡുകളിൽ വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻ കാര്യങ്ങൾ ഡെയിലി നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് പല രീതിയിൽ വീഡിയോസ് കാണാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ കണ്ടത് നിങ്ങൾക്ക് പുതിയ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തവരാണ്. അതുപോലെ നിങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ എടുക്കാം. സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ JDSൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അടുത്ത ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ടോ, അടുത്ത നോട്ടിഫിക്കേഷൻ വരും എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ആണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം എയർപോർട്ട് ജോബ്സ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ജോബ്സ്, അങ്ങനെ പല കാറ്റഗറി വീഡിയോസ് നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം എത്തിക്കുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓർഡിനൻസ് ഫാക്ടറി കണ്ടോ. ഇതെന്താണ് വായിക്കാൻ നിങ്ങൾ മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുക, റീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, കോൺട്രാക്ട് ബേസിലാണ്. ഇനിഷ്യലി 1 വർഷത്തേക്കാണെങ്കിലും മാക്സിമം 4 വർഷത്തേക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ആ ഒരു പോസ്റ്റാണ്. ഇനി അത് മാത്രമല്ല, ഇത്തരം ഗവൺമെൻറ് സെക്ടറിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ, നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത്തരം വേക്കൻസികൾ പെർമനൻറ്റ് വേക്കൻസിയിലേക്കൊക്കെ ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കയറാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. കെമിക്കൽ പ്രോസസ് വർക്കർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് കേട്ടോ പോസ്റ്റ്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പേ സ്കെയിൽ, അതായത് 19 ബേസിക് പേ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 19,900 പ്ലസ് DA ഉണ്ടാവും എക്സ്ട്രാ നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നെയിം ഓഫ് പോസ്റ്റ് ഇവിടെ കാണാം, CPW, അതായത് ഈ പറയുന്ന കെമിക്കൽ പ്രോസസ് വർക്കറാണ്. ഓക്കെ, ടെന്യൂർ ബേസ്ഡ്. അപ്പോൾ ഇവിടെ കാണാം 108 വേക്കൻസി ജനറൽ, OBC NCയിൽ 39 വേക്കൻസി, SCക്ക് 39, പിന്നെ STക്ക് 53, EWSന് 26, പിന്നെ എക്സ് സർവീസ്മാന് 26. ഇങ്ങനെ ആകെ മൊത്തം 265ഓളം വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ശാരീരിക പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്, PWD കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. അവർ ഈ പോസ്റ്റിലേക്ക് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല വീഡിയോ നമ്മൾ അപ്രന്റീഷിപ്പിൻ്റെ വീഡിയോ, നമ്മളിത് റെയിൽവേ അപ്രന്റീഷിപ്പ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ അപ്രന്റീഷിപ്പിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ അധികം ഉദ്യോഗാർത്ഥികളും അതെന്താണ് പല രീതിയിലായിട്ട് പറയും, അപ്രന്റീഷിപ്പ് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്രന്റീഷിപ്പ് എന്താണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ്. കണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ടോ, നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അത് ഈ പറയുന്ന ഏത് ട്രേഡ് ആണെങ്കിലും കുഴപ്പമില്ല. അവിടെ കണ്ടോ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. IT മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ITA മാത്രം വെച്ചിട്ട് ഒരിക്കലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് വേണം. ഓക്കെ, അപ്പോൾ NCVT ഇഷ്യൂ ചെയ്ത അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഈ പറയുന്ന ട്രേഡ് AOCP, അതായത് അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റിലാണെങ്കിൽ അതിൽ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ അതിൻ്റെ ഫീഡർ ട്രേഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാം IMCP, അതുപോലെ MMCP, അല്ലെങ്കിൽ അതുപോലെ LICP, അതുപോലെ PPO, ഫിറ്റർ ജനറൽ, അല്ലെങ്കിൽ മെഷീനിസ്റ്റ്, ടേണർ, ഷീറ്റ് മെറ്റൽ വർക്കർ, അതുപോലെ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ബോയിലർ അറ്റൻഡൻറ്റ്, അതുപോലെ മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, R&D. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്രന്റീഷിപ്പാണ് ഇതിൻ്റെ എലിജിബിലിറ്റി, പ്രത്യേകം ശ്രദ്ധിക്കുക. ITA മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും AOCPയിലോ അല്ലെങ്കിൽ ഏതിൻ്റെ ഫീഡർ ട്രേഡിലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, എല്ലാം വേണ്ട. ഓക്കെ, ഒന്നെങ്കിൽ AOCP അല്ലെങ്കിൽ ഈ പറയുന്ന ഫീഡർ ട്രേഡിൽ ഏതെങ്കിലും ഒന്ന്, ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഈ ഫീഡർ ട്രേഡിലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ AOCPയിലോ നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ പറയുന്ന ഓർഡൻസ് ഫാക്ടറിയിലോ, ഇനി ഓർഡൻസ് ഫാക്ടറിൻ്റെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇവിടെ പറയുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, നിങ്ങൾ പ്രൈവറ്റിൽ അപ്രന്റീഷിപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ മറ്റു ഗവൺമെൻറ് സെക്ടറിൽ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓർഡൻസ് ഫാക്ടറിയിൽ തന്നെ നമ്മൾ അപ്രന്റീഷിപ്പ് ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അപ്രന്റീഷിപ്പ് നിങ്ങൾ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പ്രൈവറ്റ് കമ്പനികളിൽ നിന്നൊക്കെ ചെയ്തവർക്കൊക്കെ ഇതിലേക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ളവരൊക്കെ ഇതിലേക്ക് എലിജിബിൾ ആണ്. ഓക്കെ, ഇവിടെ എലിജിബിൾ ആണ്. ഇനി അതോടൊപ്പം തന്നെ
ഇതിൻ്റെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇവർ. അതായത് ഇപ്പോൾ നമുക്ക് ഞാൻ തന്നെ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലൊക്കെ ആണെങ്കിലും നമ്മൾ അപ്രന്റീഷിപ്പ് ചെയ്താൽ അവിടെ നമുക്ക് അതിൻ്റെ പിന്നെ വരുന്ന റിക്രൂട്ട്മെൻറ്റിലൊക്കെ നമുക്ക് പ്രയോറിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ പ്രയോറിറ്റി ഈ പറയുന്ന AOCP നിങ്ങൾ ട്രേഡിൽ അപ്രന്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഡൻസ് ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് എവിടെ നിന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു പ്രയോറിറ്റി അവർക്ക് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ള പ്രയോറിറ്റി ആയിരിക്കും അതിൻ്റെ ഫീഡർ ട്രേഡിന് കിട്ടുക. അപ്പോൾ നമ്മൾ ഫീഡർ ട്രേഡ് എന്ന വലിയ ലിസ്റ്റ് പറഞ്ഞില്ലേ, ഈ ട്രേഡിലുള്ളവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആണ്. ആ ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത് ഈ പറയുന്നവർക്കായിരിക്കും. അതായത് അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റിൽ ചെയ്തവരുണ്ടെങ്കിൽ അവർക്കായിരിക്കും ആദ്യത്തെ ചാൻസ് കൊടുക്കുക. അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അടുത്ത സാധ്യത ആണ് ഈ പറയുന്ന ഫീഡർ ട്രേഡ് പരിഗണിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ഇതിലേക്ക് അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കുക, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് മെയിൽ അയക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ AOCP അല്ലാന്ന് വിചാരിച്ച് നിൽക്കേണ്ടതായി, ഫീഡർ ട്രേഡും ഇതിലേക്ക് എലിജിബിൾ ആണ്. അപ്പോൾ ഒരുപാട് അപേക്ഷകൾ AOCP ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് സാധ്യത ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ഇനി ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 to 40 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 27/3/2026 കണക്കാക്കിയിട്ട് 18 to 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ് സർവീസ്മാനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി അപേക്ഷാ ഫീസ് കണ്ടോ, യാതൊരുവിധ ഫീസും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ്, പോസ്റ്റൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് സ്പീഡ് പോസ്റ്റ് ഒക്കെ അയക്കാവുന്നതാണ്, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു അപേക്ഷ ഫോം ഉണ്ട്, അത് പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ ബ്ലോക്ക് ലെറ്ററിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ കേഴ്സീവ് ലെറ്ററിലൊന്നും ഫില്ല് ചെയ്യാൻ പാടില്ല, ബ്ലോക്ക് ലെറ്റർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ എൻവലപ്പ് ഉണ്ടല്ലോ, പോസ്റ്റൽ കവർ ഉണ്ടല്ലോ നമ്മൾ അയച്ചു കൊടുക്കുന്ന, ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രീൻ കളറിൽ ഞാനിവിടെ അടയാളപ്പെടുത്തി അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെനർ ബേസ്ഡ് CPW പേഴ്സണൽ ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് വ്യക്തമായിട്ട് ഇതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് നിങ്ങൾ ഇതുപോലെ എഴുതാം. എന്നിട്ട് നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് എഴുതാം. എന്നിട്ട് ടു അഡ്രസ്സ് എഴുതാം. ടു അഡ്രസ്സ് ഇതാണ് കേട്ടോ, ഈ ഒരു റോസ് കളറിലൂടെ മാർക്ക് ചെയ്തിരിക്കും, പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ദ ചീഫ് ജനറൽ മാനേജർ ഓർഡൻസ് ഫാക്ടറി ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്കൂടെ കാണാം, മധ്യപ്രദേശ് പിൻകോഡ്. അപ്പോൾ മധ്യപ്രദേശിലായിരിക്കും ഇതിൻ്റെ പോസ്റ്റിങ് കേട്ടോ. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അത് സ്പീഡ് പോസ്റ്റ് ഒക്കെ അയച്ചു കൊടുക്കാം. അതിന് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി കണക്കാക്കുന്നത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ട് 21 ദിവസമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഏകദേശം മാർച്ച് 26 വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, മാർച്ച് 26 ഉള്ളിൽ തന്നെ ചെയ്യാം. അങ്ങോട്ട് മാക്സിമം ആ ഒരു മാർച്ച് 26 നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അപേക്ഷാ ഫോമും എല്ലാ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി നമ്മൾ അതിൻ്റെ കൂടെ വെക്കണം. എന്തൊക്കെ കോപ്പിയാണ് വെക്കേണ്ടത് ഞാൻ കാണിക്കാം. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് പറഞ്ഞു, ആ ഒരു ബേസിക് പേ പ്ലസ് HR അതുപോലെ DA ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ക്വാർട്ടേഴ്സ് ലഭിച്ചില്ലെങ്കിൽ HR ഒക്കെ കിട്ടും. ഓക്കെ, ഇനി അതുപോലെ ആനുവൽ ഇൻക്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തപ്പെടും, അതിനൊക്കെ അനുസരിച്ച് ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്തത് ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ ആണ്. മോഡ് ഓഫ് സെലക്ഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് 100 മാർക്ക് ഉണ്ടാകുക. അത് എല്ലാവർക്കും വിളിക്കില്ല, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ എടുക്കുന്ന ക്രൈറ്റീരിയ എന്താണെന്ന് ചിലപ്പോഴാണ് ഫസ്റ്റ്, സെക്കൻഡ്, ദെൻ തേർഡ് ആൻഡ് ലാസ്റ്റ്. ഈ ലാസ്റ്റ് സാധ്യതയാണ് നമുക്കുണ്ടാകുക. അതായത് ഫീഡർ ട്രേഡുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിറ്റർ, ജനറൽ, അതുപോലെ തന്നെ മെഷീനിസ്റ്റ്, അതുപോലെ തന്നെ ഈ പറയുന്ന ട്രേഡില്ലേ AOCP അല്ലാത്ത ട്രേഡുകളുണ്ടല്ലോ, ആ ട്രേഡുകളിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് ലാസ്റ്റ് ചാൻസ് ആണ് അവർ കൊടുക്കുക. അപ്പോൾ അതിന് മുകളിൽ 3 പേരുണ്ട്. ആ 3 കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് AOCP ട്രേഡ് ഓർഡൻസ് ഫാക്ടറിയിൽ ചെയ്തവർക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തത് AOCP ട്രേഡിൽ അപ്രന്റീഷിപ്പ് നിങ്ങൾ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിൽ ചെയ്തവർക്ക്. മൂന്നാമത് അവർ ഈ പറയുന്ന പ്രിഫറൻസ് കൊടുക്കുന്ന ഫീഡർ ട്രേഡ് അപ്രന്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ തന്നെ ഈ പറയുന്ന മെണീഷ്യൻ ഇന്ത്യ ലിമിറ്റഡിൽ നിങ്ങൾ 3 മാസത്തെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തേർഡ് ചാൻസ് കൊടുക്കും. ഇതിലൊന്നും ചാൻസ് കൊടുത്തിട്ടും വാക്കൻസി ഫില്ലായിട്ടില്ലെങ്കിൽ മാത്രമാണ് ലാസ്റ്റ് ചാൻസ് ആർക്ക് തരിക, നമുക്ക് ഫീഡർ ട്രേഡുമായി ബന്ധപ്പെട്ട് തരിക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അവർ മെയിൽ അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക മെയിൽ വരുന്നുണ്ടോ നോക്കുക. മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒരു ട്രേഡ് ടെസ്റ്റ് എഴുതാൻ നമ്മൾ എലിജിബിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജനറൽ കണ്ടീഷനാണ്. ഇതിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് നമ്മൾ അതിൻ്റെ കൂടെ വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ അതിൽ വെക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ വഴിയായിരിക്കും ട്രേഡ് ടെസ്റ്റിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ ഇൻറ്റിമേഷനൊക്കെ അറിയിക്കുക. ഓക്കെ,
ഇനി അടുത്തത് ഇതിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ഈ പറയുന്ന ഓർഡിനൻസ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടറീസും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഇവിടെ കണ്ടോ നിങ്ങൾക്ക്, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളത് ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതായിട്ട് ലിങ്ക് കൊടുക്കും. അതിൽ കാണാൻ നിങ്ങൾക്ക് ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഒക്കെ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലൊക്കെ ഫോളോ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. അപ്പോൾ മാർച്ച് 26 ഒരു ലാസ്റ്റ് ഡേറ്റ് ആക്കി കണക്കാക്കുക നിങ്ങൾ കേട്ടോ. ഏറ്റവും താഴോട്ട് വരിക. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക് കാണാം. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക. ഓക്കെ, അതായത് ഈ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ പേജിലേക്ക് തന്നെ വരിക. നോട്ടിഫിക്കേഷൻ്റെ പേജിൽ വന്നാൽ നിങ്ങൾ പേജ് നമ്പർ 8 എടുക്കുക. പേജ് നമ്പർ 8 ഈ ആപ്ലിക്കേഷൻ ഫോം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട്സ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ഓക്കെ, ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഈ അപേക്ഷാ ഫോമിലും ഫോട്ടോയുടെ ഭാഗത്തും പാടെ സൈൻ കയറുന്ന രീതിയിൽ ചെയ്യാം. ഇവിടെ കണ്ടോ, ബ്ലോക്ക് ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കർസീവ് ലെറ്റർ യൂസ് ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ പോസ്റ്റ് അപ്ലൈഡ് എന്നൊക്കെ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ മന്ത് ഇയർ കൊടുക്കുക. ഏജ് 27/3/2026 നിങ്ങൾക്ക് എത്ര ഏജ് ആവും അത് നമ്മുടെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈസി ടൂൾ ഉണ്ട്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൽ ഹോമിലൂടെ ക്ലിക്ക് ചെയ്താൽ ഈസി ടൂളിലേക്ക് എത്തും. ഓക്കെ, ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എത്ര ഡേ ആയി, എത്ര മന്ത് ആയി, എത്ര ഇയർ ആയി എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് എഴുതിയിട്ട് എത്ര ഏജ് ആയി എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കവിടെ എഴുതാൻ പറ്റും ആ രീതിയിൽ. നാഷണാലിറ്റി ഇന്ത്യ എന്ന് കൊടുക്കാം. കാറ്റഗറി ഏതാച്ചാൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം, നിങ്ങളിവിടെ എഴുതാം. അപ്പോൾ ഏത് കാറ്റഗറി, ഇപ്പോൾ OBC SC/ST ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ, സെൽഫ് അറ്റസ്റ്റഡ്. പിന്നെ എക്സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. അപ്പോൾ നമുക്ക് അപ്ലിക്കബിൾ അല്ലാത്ത നമ്മൾ വെട്ടിക്കളയാം. ഓക്കെ, ബാക്കി അവിടെ നിലനിർത്താം. അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാൻ അത് വെട്ടിക്കളയാം. ഓക്കെ, അതുപോലെ തന്നെ പോസ്റ്റൽ അഡ്രസ്സ് വിത്ത് പിൻകോഡാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റലായിട്ട് അയച്ചാൽ നിങ്ങളുടെ വീട്ടിലെത്തണം, ആ രീതിയിൽ നിങ്ങൾ കൊടുക്കണം അഡ്രസ്സ്. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കാം. പിന്നെ ഇമെയിൽ ID ബ്ലോക്ക് ലെറ്ററിലാണ് ഇതൊക്കെ എഴുതേണ്ടത് കേട്ടോ, കൂട്ടി അക്ഷരാക്കി എഴുതരുത്. പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ 2 വിസിബിൾ മാർക്ക് നമ്മുടെ SSLC ബുക്കിലുണ്ടാവും, അത് നോക്കിയാൽ മതി. പിന്നെ മീഡിയം ഓഫ് ട്രേഡ് ടെസ്റ്റ് ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങളത് നിലനിർത്താൻ, മറ്റേ വെട്ടിക്കളയാം. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, 10ാം ക്ലാസ് മുതലുള്ള ക്വാളിഫിക്കേഷൻ കൊണ്ട് ഫില്ല് ചെയ്യാം. ആദ്യം എന്താണ് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പേര്, ബോർഡ്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ ഈ CBSE ആണ്, CBSE എഴുതാം. എക്സാമിനേഷൻ പാസ് 10th അല്ലെങ്കിൽ SSLC എന്ന് കൊടുക്കാം. ഓക്കെ, SSLC എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി CBSE ആണ്, CBSE അല്ലെങ്കിൽ 10th എന്ന് കൊടുത്താലും മതി. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇയർ ഓഫ് പാസിങ്, ഓക്കെ, CBSE ആണെങ്കിൽ നിങ്ങൾ 10th എന്ന് കൊടുക്കുക കേട്ടോ. ഇനി അതല്ലെങ്കിലും 10th എന്ന് കൊടുത്താലും മതി, കാരണം SSLC എന്ന് കൊടുക്കുന്നതിൽ നല്ല കോമൺ ആയിട്ട് നമുക്ക് 10th എന്ന് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, 10th. ഓക്കെ, 10th എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ഇയർ ഓഫ് പാസിങ് നമ്മൾ SSLC പാസ്സായ വർഷം. പിന്നെ അടുത്ത് നിങ്ങൾക്ക് +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ +2 ഡീറ്റെയിൽസ് ഇതുപോലെ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ ITI പഠിച്ചിട്ടുണ്ടെങ്കിൽ ITIയുടെ ഡീറ്റെയിൽസ് ഇതുപോലെ കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അപ്രന്റീഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് ട്രേഡിലാണ് അപ്രന്റീഷിപ്പ് ചെയ്തത്, നമ്മൾ ഏത് ഓർഗനൈസേഷനിലാണ് ചെയ്തത്, അതിൻ്റെ പേര്, പിന്നെ സ്റ്റാർട്ടിങ് ഡേറ്റും മന്തും ഇയറും കൊടുക്കുക. ക്ലോസിങ് നമ്മൾ ഇറങ്ങിയ സമയത്ത്, ഓക്കെ, അതും കൊടുക്കുക 2. ഇനി ബാച്ച് നമ്പറൊക്കെ ഉണ്ട്, NCTVT ബാച്ച് നമ്പർ, അതായത് NCVT എന്ന് പറയും. NCVT ബാച്ച് നമ്പർ ഉണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ നിർബന്ധമല്ല. ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി, അല്ലെങ്കിൽ NA ഇട്ടാൽ മതി, നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ഇട്ടാൽ മതി. ഇയർ ഓഫ് പാസിങ്, പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും നമ്പർ, അതിൻ്റെ ഡേറ്റ്, ഇഷ്യൂ ചെയ്ത ഡേറ്റും അതിലുണ്ടാവും. അടുത്തത് എക്സ്പീരിയൻസ് എന്താ ഉണ്ടേ കൊടുത്താൽ മതി, നിർബന്ധമല്ല. ഓക്കെ, അല്ലെ ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ 1 month എക്സ്റ്റെൻസീവ് ട്രെയിനിങ്ങും 2 month ജോബ് ട്രെയിനിങ്ങും ഈ പറയുന്ന മുനീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിലെ ഫാക്ടറിയിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അതുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ 3rd പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലേ നിങ്ങൾ ബ്ലാങ്ക് ആക്കി ഇടുക. ഇനി അപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം 2 പേജ് നമ്പർ 8 ആണിത് വരുന്നത്. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. പിന്നെ പേജ് നമ്പർ 9 നിങ്ങൾ പ്രിൻ്റ് എടുക്കണം, ഇത് ഫില്ല് ചെയ്യാം ഇതുപോലെ. പിന്നെ നിങ്ങൾ പേജ് നമ്പർ ഇതാ, ഓക്കെ, 10 ആണിത് വരിക. ഓക്കെ, ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. ഇത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുന്നതെന്നാണ്. എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം.
പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെക്കാം. അത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക, എഴുതാം. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം. ഇനി അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് ഓർഡിനൻസ് ഫാക്ടറിയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് ഓർഡിനൻസ് ഫാക്ടറിയുടെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. ഫീഡർ ട്രേഡ് ആണെങ്കിൽ നമുക്കത് ഉണ്ടാവില്ലല്ലോ, ഓർഡിനൻസ് ഫാക്ടറിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. പിന്നെ കാസ്റ്റ്, SC, ST, OBC ഒക്കെ ആണെങ്കിൽ ഒരു യെസ് കൊടുക്കുക. ജനറൽ ആണെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി, കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ OBCയുടെ ഡിക്ലറേഷൻ ഉണ്ട്, അതുപോലെ എക്സ് സർവീസ്മാൻ്റെ ഡിക്ലറേഷനും വേറൊരു ആ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളിതിൻ്റെ കൂടെ വെക്കണം. OBC ആണെങ്കിൽ OBCയുടെ ഡിക്ലറേഷൻ വെക്കണം. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് പറയാം, അത് കാണിക്കാം, അത് യെസ്സിനോടെ എഴുതാം. പിന്നെ SC, ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ഈ ട്രാവലിംഗ് അലവൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അതിൻ്റെ കൂടെ വെച്ച് ഇവിടെ കൊടുക്കുകയല്ല കേട്ടോ, ഡീറ്റെയിൽസ് നിങ്ങൾ അതിൽ ആപ്ലിക്കേഷൻ ഫോമിൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, നമ്മൾ യെസ് എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ 2 കോപ്പി ഫോട്ടോഗ്രാഫ് വേണം. ഒന്ന് നമ്മൾ അതിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു, മറ്റൊരു ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, ലൂസായിട്ട് ഇതിൽ വെക്കണം. ഓക്കെ, അതിൽ ഒട്ടിക്കാതെ നമ്മൾ വെക്കണം. ആ ഒട്ടിക്കാതെ വെക്കുന്ന ഫോട്ടോയുടെ പിറകു വശത്ത് അതിൻ്റെ പേര്, നമ്മുടെ പേര്, അതായത് ഉദ്യോഗാർത്ഥിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ, ഫോട്ടോയുടെ ബാക്ക് സൈഡിൽ എഴുതിയിട്ട് വേണം നമ്മൾ അപേക്ഷ കവറിൽ ഇട്ട് വെക്കാൻ. അപ്പോൾ അത് നമ്മൾ ഇട്ട് വെക്കണം. അതുണ്ടെങ്കിൽ നമ്മൾ യെസ് എന്ന് എഴുതണം. ഓക്കെ, പിന്നെ ഇവിടെ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഈ പറയുന്ന ഫീഡർ ട്രേഡിലുള്ള കാൻഡിഡേറ്റ്സ്, അതായത് AOCP അല്ലാത്ത അപ്ലൈ ചെയ്യുന്ന ഫീഡർ ട്രേഡിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അത് നമ്മൾ ഫില്ല് ചെയ്തിൽ വെക്കണം, അത് നമ്മൾ യെസ് എന്ന് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രെയിനിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 3 months ടോട്ടൽ ഡ്യൂറേഷനിൽ മ്യൂണിഷൻ ഇന്ത്യ ലിമിറ്റഡിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല നമ്മൾ നോ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേര് ഇവിടെ എഴുതാം, ഡേറ്റ് എഴുതാം, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, സിഗ്നേച്ചർ. ഇതാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴേക്ക് തന്നെ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് OBCയുടെ NCL കാൻഡിഡേറ്റ്സിൻ്റെ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ OBC കാൻഡിഡേറ്റ്സിൻ്റെ 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് നമ്പർ 1 നമ്മൾ താലൂക്കിൽ നിന്ന്, തഹസിൽദാർ അടുത്ത് നിന്ന് ഇഷ്യൂ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെഡിയാക്കണം. പ്ലസ് അഡീഷണലായിട്ട് വേണ്ട 2ാമത്തെ സർട്ടിഫിക്കറ്റാണ് ഇത്, ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പേര്, ഫാദറിൻ്റെ പേര് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറാണ് വേണ്ടത്. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അപേക്ഷയുടെ കൂടെ അയച്ചു കൊടുക്കണം, OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നമുക്ക് എക്സ് സർവീസ്മാനുള്ള അണ്ടർടേക്കിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവർ അത് ഫില്ല് ചെയ്തിട്ട് വെക്കണം. ഇനി ഫീഡർ ട്രേഡ് കാൻഡിഡേറ്റ്സ്, അതായത് AOCP അല്ലാതെ മറ്റേത് ട്രേഡിലേക്ക്, ആ ട്രേഡിലെ മറ്റേതെങ്കിലും ട്രേഡിലാണ് നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞതെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, സിറ്റി ഓർ വില്ലേജ്, ദെൻ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ സ്റ്റേറ്റ്. ഓക്കെ, നിങ്ങളുടെ ഫീഡർ ട്രേഡ്, ഫിറ്റർ ആണോ നിങ്ങൾ കഴിഞ്ഞെങ്കിൽ ഫിറ്റർ എന്നിവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇത് വായിച്ചു നോക്കണേ. നമ്മൾ ഈ പറയുന്ന CPW വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ വർക്ക് ചെയ്യാനും വില്ലിങ് ആണ് എന്നുള്ളതിന് പറയുന്ന ഒരു ഡിക്ലറേഷനാണിത്. ഡേറ്റ് ഇവിടെ എഴുതുക, നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ എഴുതുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം. ഇത് AOCP ട്രേഡിലുള്ള ഉദ്യോഗാർത്ഥികൾ വേണ്ട, അതല്ലാത്ത ഫീഡർ ട്രേഡുകൾ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച്, ആ ട്രേഡിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തൊരു നിർബന്ധമായിട്ട് ഇതും പാടെ ഫില്ല് ചെയ്തിട്ട് വേണം അവർ അപേക്ഷയുടെ കൂടെ അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലിക്ക് മതി. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.